ഈ വെള്ളപ്പം മുട്ടറോസ്റ്റും നമ്മൾ എവിടെ നിന്നാണ് കഴിക്കുന്നതെന്നുള്ളത് നിങ്ങൾ വഴിയേ ഊഹിച്ചോളും. ഇന്ന് ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. നെടുമ്പാശ്ശേരിയിലേക്കാണ് ഫ്ലൈറ്റ്. മോളുടെ അടുത്ത് കുറച്ച് ദിവസങ്ങൾ താമസിക്കാനാണ് വരുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് നൽകുന്നത് എൻ്റെ താമസമാണ്. ഞാൻ എപ്പോഴും ഒരുപാടേറെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും പെൺകുട്ടികൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് പലപ്പോഴും മനസ്സിൽ പറയുകയും ചെയ്ത, തൻ്റെ കഠിനാധ്വാനത്തിലൂടെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്കെത്തിയ ഒരു പാട്ടുകാരിയുടെ പഴയ വീട്ടിലാണ് ഇനി നമ്മൾ കുറച്ച് ദിവസം കഴിയാൻ പോകുന്നത്. ഇനിയും കൂടുതൽ ക്ലോസ് തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഇവിടെ എത്തിയപ്പോൾ രാത്രി കുറച്ചങ്ങ് വൈകി. പിസ്സ ഹട്ടിൻ്റെ ഷട്ടർ മൂടാൻ തയ്യാറെടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഓടിച്ചെന്ന് വിശപ്പിൻ്റെ കാഠിന്യത്തിലാണ് ഉള്ളത്. അപ്പോൾ തന്നെ പിസ്സയങ്ങ് ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മളുടെ ഡിന്നറിന് പിസ്സയാവട്ടെ അല്ലേ? ഇപ്പോഴും എക്സൈറ്റ്മെൻറ്റിന് യാതൊരു കുറവുമില്ല. അവർ കഴിച്ചിരുന്നിടത്ത് ഇരുന്നാവണമല്ലോ നമ്മളുടെ ഇന്നത്തെ കഴിപ്പ്. ഇതാ അവർ മൂളിപ്പാട്ട് പാടി നടന്ന സ്ഥലത്തുകൂടെയാണ് നമ്മളും ഇപ്പോൾ നടന്നു പോകുന്നത്. നല്ല ഇരുട്ടാണ്, നല്ല ക്ഷീണവും. എങ്കിലും ആ എക്സൈറ്റ്മെൻറ്റിലാണ് ഊർജം മുഴുവൻ. നമ്മളിതാ അവരുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. എവിടെയെന്ന് പറയുമ്പം ഇത് അവരുടെ ബാൽക്കണിയാണ്. നല്ല ഭംഗിയുള്ള ബാൽക്കണിയാണ്. അതിൻ്റെ പുറത്തിങ്ങനെ നിറച്ചും മരങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും. പിന്നെ പിസ്സയിൽ ഞങ്ങളുടെ ഫാമിലി ഫേവറേറ്റ് എപ്പോഴും പെപ്പറോണിയും മാർഗരിറ്റയുമാണ്. നിങ്ങളുടെ എന്താണെന്നൊന്ന് പറഞ്ഞേ. പിന്നെ ഈ പിസ്സ ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ബ്രെഡ് സ്റ്റിക്സും പിന്നെ മറ്റേ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾക്ക് നമ്മുടെ വിശപ്പങ്ങടക്കാം. നന്നായിട്ട് വിശന്നത് കൊണ്ടാണോ ഇനി അവരുടെ വീട്ടിലാണെന്നുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും നല്ല രുചിയായിരുന്നു ഇന്നത്തെ പിസ്സയ്ക്ക്. മിക്കവാറും എക്സൈറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കണം. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്നതല്ലേ അല്ലേ? ചില മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള പോലെ അവർ കഴിച്ചിടത്തിരുന്ന് ഇങ്ങനെ കഴിക്കുക, അവർ കിടന്നുറങ്ങിയ മുറികളിൽ ഒന്നിൽ കിടന്നുറങ്ങുക, അവർ മൂളിപ്പാട്ട് പാടി നടന്ന വഴികളിൽ പാടി നടക്കുക. എന്തായാലും നല്ല ഹൗസ് ഓണറുടെ മൃദുവായ വെള്ളപ്പവും മുട്ട റോസ്റ്റുമാണ് നമ്മൾക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല ആംബിയൻസാണ്. അപ്പം ഇതെടുത്തിട്ട് നമുക്ക് കഴിക്കാം. നല്ല രുചിയാണ് കേട്ടോ. പെർഫെക്റ്റ് വെള്ളപ്പം, പെർഫെക്റ്റ് മുട്ട റോസ്റ്റ്, നല്ല രുചിയുള്ള സംഭവമാണ്. അല്ലെങ്കിലും ഓരോ നാടിൻ്റെ ഭക്ഷണം അവർ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു പൂർണ്ണതയിൽ ആ രുചി ആസ്വദിക്കാൻ കഴിയുക അല്ലേ? ശരിയല്ലേ അത്? അപ്പോൾ കൂട്ടുകാരെ, നമ്മൾക്കിനി കുറച്ച് ദിവസം ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കാം. ഇവിടെ നിറയെ ഒരു സന്തോഷമാണ്. ഏത് മസിൽമാനെയും ഒറ്റ നിമിഷത്തെ തമാശ കൊണ്ട് ചിരി പടർത്താൻ കഴിവുള്ള അവരുടെ ആ എനർജി ഇവിടെ ഇപ്പോഴും ഇങ്ങനെ ബാക്കി കിടപ്പുള്ള പോലെ.